എന്തുണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് എല്ലാ ദിവസവും എനിക്ക്. ഇതിലും നല്ല ഡ്യൂട്ടിക്ക് പോവായിരുന്നു, ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പം നമുക്കിന്ന് പനീർ ബുർജി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ പനീർ ബുർജിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് പനീർ, പിന്നെ ടൊമാറ്റോ, ചില്ലി, ഒനിയൻ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് ഒണിയൻ ഇട്ട് കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെങ്കിലും ഞാൻ അത് മലയാളീകരിച്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്കതല്ലേ ടേസ്റ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ, ചില്ലിയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. എനിക്ക് കൈക്കണക്കാണ് കേട്ടോ, സ്പൂണും മറ്റേ അതൊന്നും പറയാൻ എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കതെല്ലാം എൻ്റെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. അതിനുശേഷം പനീർ ഇട്ടതിൻ്റെ ശേഷമാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടില്ല. പിന്നെ അത് കുറച്ച് സൈഡിലിട്ട് നമ്മളുണ്ടാക്കുന്ന നമ്മുടെ ഡിഷ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് സൈഡിലിട്ടിട്ട് അത് മാത്രം സോട്ട് ചെയ്തെടുത്ത് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ, ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബെഡിന് മാത്രമേ നല്ല റെസ്റ്റ് കിട്ടുന്നുള്ളൂ. എനിക്ക് ഒരു റെസ്റ്റും കിട്ടുന്നില്ല. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിലും വെറുതെ ബെഡിൽ മതി, ഫുഡ് വരെ ബെഡിലേക്ക് വന്നേനെ. പക്ഷേ ഇവിടെ അതൊന്നും പോസിബിളല്ല. ഇതൊക്കെ എനിക്ക് കിട്ടണതാണ്, ഞാൻ ഇറങ്ങി മേടിച്ച് വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി. എനിക്ക് ഒരുപാട് അങ്ങ് വഴറ്റി അതിൻ്റെ ടേസ്റ്റും പച്ചമണമൊക്കെ മാറുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ ശരിക്കും മല്ലിച്ചപ്പാണ് വേണ്ടത്. പക്ഷേ എൻ്റെ ഡിഷിന് വലിയ അഹങ്കാരമൊന്നും ഇല്ലാത്തതുകൊണ്ട്